ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 25,000 GK ക്വസ്റ്റ്യൻസിൻ്റെ 4ാമത്തെ പാർട്ടാണ്. ഓരോ വീഡിയോയിലും 125 ക്വസ്റ്റ്യൻസ് വെച്ചാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കൂടെ കഴിയുമ്പോഴേക്ക് 500 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ അതിന് ലൈക്കും വരുന്നില്ല, കമൻറ്റും വരുന്നില്ല, സജഷൻസ് ഒന്നും വരുന്നില്ല. എന്തെങ്കിലും വീഡിയോന് സജഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും പറയണം. എന്നാൽ മാത്രമേ ഉള്ളൂ എനിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം എന്നുണ്ടെങ്കിൽ അത് വരുത്താൻ പറ്റുള്ളൂ. നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ 378 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കി. ഇന്ന് 379ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് നോക്കാം. 379ാമത്തെ ക്വസ്റ്റ്യൻ, കുക്ക പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ബാബ രാം സിംഗ്. ബാബ രാം സിംഗ് ആണ് കുക്ക പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. കുക്ക പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ബാബ രാം സിംഗ്. ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗമാണ് എംഫിസിമ. ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗമാണ് എംഫിസിമ. ഘനജലത്തിൻ്റെ തിളനില എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 101.4 ഡിഗ്രി സെൽഷ്യസ് ആണ് ഘനജലത്തിൻ്റെ തിളനില. ചന്ദ്രൻ്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം സെലിനിയം. സെലിനിയമാണ് ചന്ദ്രൻ്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം. ജിപ്സത്തെ എത്ര ഡിഗ്രി ചൂടാക്കിയാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിർമ്മിക്കുന്നത്? 120 മുതൽ 130 ഡിഗ്രി വരെ ചൂടാക്കിയാണ് ജിപ്സത്തെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആക്കി നിർമ്മിക്കുന്നത്. ചെമ്മണ്ണിൻ്റെ ചുവപ്പ് നിറത്തിനുള്ള കാരണം ഫെറിക് ഓക്സൈഡ്. ചെമ്മണ്ണിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം ഫെറിക് ഓക്സൈഡ്. വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിൽ. വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിൽ. പേശി ചലനങ്ങൾ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന സെറിബെല്ലമാണ്. പേശി ചലനങ്ങൾ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. പോളിഗാർ യുദ്ധങ്ങൾക്ക് വേദിയായ സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാടാണ് പോളിഗാർ യുദ്ധങ്ങൾക്ക് വേദിയായ സംസ്ഥാനം. ഹോർമോൺ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് E.H. സ്റ്റാർലിംഗ്. E.H. സ്റ്റാർലിംഗ് ആണ് ഹോർമോൺ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത്. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു അയഡോസ്പിൻ. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് അയഡോസ്പിൻ. ബ്രഹ്മപുത്ര നദിയിലുള്ള ദേശീയ ജലപാത. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിലുള്ളത്. ബ്രഹ്മപുത്ര നദിയിലുള്ള ദേശീയ ജലപാത 2. 1830കളിൽ ശക്തി പ്രാപിച്ച് 1870കളോടെ അമർച്ച ചെയ്യപ്പെട്ട വഹാബി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് സയ്യിദ് അഹമ്മദ് ബറേൽവി. 1830കളിൽ ശക്തി പ്രാപിച്ച് 1870കളോടെ അമർച്ച ചെയ്യപ്പെട്ട വഹാബി പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് സയ്യിദ് അഹമ്മദ് ബറേൽവി. മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത് ന്യൂട്ടൻ്റെ ഏത് ചലന നിയമത്തിന് ഉദാഹരണമാണ്? 1ാം ചലന നിയമത്തിന് ഉദാഹരണമാണ് മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത്. ന്യൂട്ടൻ്റെ 1ാം ചലന നിയമത്തിന് ഉദാഹരണം. മീശപ്പുലിമല ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് മീശപ്പുലിമല. മീശപ്പുലിമല ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് മീശപ്പുലിമല. അതേപോലെ ബ്രഹ്മപുത്ര നദിയിലെ ദേശീയ ജലപാത 2. പോളിഗാർ യുദ്ധം നടന്നത് തമിഴ്നാടാണ്. പിന്നെ പേശി ചലനങ്ങൾ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. അടുത്ത നോക്കാം. മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിക്കാൻ കാരണമായ കേസ് ഷൈറ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിക്കാൻ കാരണമായ കേസാണ് ഷൈറ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ A.K. ഗോപാലൻ. AKG ആണ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ. ഇൻകസ് അസ്ഥിയുടെ ആകൃതി കുടക്കല്ല്. ഇൻകസ് അസ്ഥി എവിടെയാണ് കാണപ്പെടുക? ചെവിയിലാണ് കാണുന്നത്. ഇൻകസ് അസ്ഥിയുടെ ആകൃതി കുടക്കല്ലിൻ്റെ ആകൃതിയാണ്. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ. രക്തസമ്മർദ്ദം കുറയ്ക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. ഇംഗ്ലീഷ് പട്ടാളത്തിന് ജോലി നൽകാനായി വയനാട്ടിലെ കുന്നിൻ ചെരുവുകളിൽ ആരംഭിച്ച കൃഷി ഏത്? കാപ്പി കൃഷി. ഇംഗ്ലീഷ് പട്ടാളത്തിന് ജോലി നൽകാനായി വയനാട്ടിലെ കുന്നിൻ ചെരുവുകളിൽ ആരംഭിച്ച കൃഷിയാണ് കാപ്പി കൃഷി. ലക്ഷ്യം നിറവേറിയതിനാൽ സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് എന്തായി മാറണമെന്നാണ് ഗാന്ധിജി നിർദ്ദേശിച്ചത്? ലോക സേവാ സംഘം. ലക്ഷ്യം നിറവേറിയതിനാൽ സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് ലോക സേവാ സംഘമായി മാറണമെന്നാണ് ഗാന്ധിജി നിർദ്ദേശിച്ചത്. ലാറ്റിൻ ഭാഷയിൽ ചന്ദ്രൻ്റെ പേര് ലൂണ.
ലാറ്റിൻ ഭാഷയിൽ ചന്ദ്രൻ്റെ പേര് ലൂണ. എലത്തൂർ പുഴ എന്നറിയപ്പെടുന്ന പുഴയാണ് കോരപ്പുഴ. കോരപ്പുഴയുടെ മറ്റൊരു പേരാണ് എലത്തൂർ പുഴ. എലത്തൂർ പുഴ എന്നറിയപ്പെടുന്നത് കോരപ്പുഴ. ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അവയവം ഏത്? പ്ലീഹ. ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അവയവമാണ് പ്ലീഹ. ആക്രമണത്തിനിരയായ സ്ത്രീകൾക്ക് ശാരീരികവും നിയമപരവുമായ പരിരക്ഷ നൽകുന്ന സംസ്ഥാന ആരോഗ്യ സാമൂഹിക നീതി വകുപ്പുകളുടെ പദ്ധതി ഭൂമിക. ആക്രമണത്തിനിരയാകുന്ന സ്ത്രീകൾക്ക് ശാരീരികവും നിയമപരവുമായ പരിരക്ഷ നൽകുന്ന സംസ്ഥാന ആരോഗ്യ സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് ഭൂമിക. ഇന്ത്യയിലെ ആദ്യത്തെ ലയൺസ് ക്ലബ്ബ് 1956 സ്ഥാപിച്ചത് മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലയൺസ് ക്ലബ്ബ് 1956 സ്ഥാപിച്ചത് മുംബൈയിലാണ്. രക്തക്കുഴലുകളും നാഡീതന്തുക്കളും കാണപ്പെടുന്ന പല്ലിനുള്ളിലെ യോജക കലയാണ് പൾപ്പ്. രക്തക്കുഴലുകളും നാഡീതന്തുക്കളും കാണപ്പെടുന്ന പല്ലിനുള്ളിലെ യോജക കലയാണ് പൾപ്പ്. ഈജിപ്ത് സ്വതന്ത്രമായ വർഷം 1922. 1922 ഈജിപ്ത് സ്വതന്ത്രമായത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണൽ അണക്കെട്ട് ബാണാസുര സാഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണൽ അണക്കെട്ട് ബാണാസുര സാഗർ. 408ാമത്തെ ക്വസ്റ്റ്യൻ. ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ് പക്വാശയം? ചെറുകുടലുമായാണ് പക്വാശയം ബന്ധപ്പെട്ടത്. കാലിഡോസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് സമതല ദർപ്പണം. കാലിഡോസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം സമതല ദർപ്പണം. കൃത്രിമ പേസ് മേക്കറിനെ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ചത് വിൽസൺ ഗ്രേറ്റ് ബാച്ച്. കൃത്രിമ പേസ് മേക്കർ കണ്ടെത്തിയത് വിൽസൺ ഗ്രേറ്റ് ബാച്ച്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട് ആരാണ് പരിശോധിക്കുന്നത്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് CAG റിപ്പോർട്ട് പരിശോധിക്കുന്നത്. CAGയുടെ റിപ്പോർട്ട് പരിശോധിക്കുന്ന ആരാണ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് സത്ലജ് നദി. സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് സത്ലജ് നദിയാണ്. സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 5500 ഡിഗ്രി സെൽഷ്യസ്. നെഗറ്റീവ് താപനില കാണിക്കാത്ത സ്കെയിൽ കെൽവിൻ സ്കെയിൽ. വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഒരു ലോഹത്തിൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയ ഇലക്ട്രോപ്ലേറ്റിംഗ്. കേരളത്തിലെ അവതരണ കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കഥകളി. കേരളത്തിലെ ആദ്യത്തെ ഹൈടെക് ഗ്രാമപഞ്ചായത്ത് പാമ്പാക്കുട. കേരളത്തിലെ ആദ്യത്തെ ഹൈടെക് ഗ്രാമപഞ്ചായത്ത് പാമ്പാക്കുട. ജ്യോതിറാവ് ഫുലെയെ വളരെയധികം സ്വാധീനിച്ച തോമസ് പൈൻ എഴുതിയ പുസ്തകം ദ റൈറ്റ്സ് ഓഫ് മാൻ. ജ്യോതിറാവ് ഫുലെയെ വളരെയധികം സ്വാധീനിച്ച തോമസ് പൈൻ എഴുതിയ പുസ്തകം ദ റൈറ്റ്സ് ഓഫ് മാൻ. ഡിസ്കിൻ്റെ ആകൃതിയിലുള്ള രക്തകോശം ഏതാണ്? അരുണ രക്താണുക്കൾ. സുപ്രീം കോടതിയുടെ ഉത്ഭവാധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ 131. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് MT വാസുദേവൻ നായർ. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് MT വാസുദേവൻ നായർ. ദ്രവ്യവും ഊർജവും ഒരു അസ്തിത്വത്തിൻ്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണ് എന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാണ് ഐൻസ്റ്റീൻ. ദ്രവ്യവും ഊർജവും ഒരു അസ്തിത്വത്തിൻ്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണ് എന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ. ജലോപരിതലത്തിൽ ബ്ലേഡ് പൊങ്ങി നിൽക്കാൻ കാരണമായ ബലമേത്? പ്രതലബലം. 1799 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ പോളിഗാർ യുദ്ധത്തിൻ്റെ നേതാവ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. 1799 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ പോളിഗാർ യുദ്ധത്തിൻ്റെ നേതാവ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ എവിടെയാണ്? പാരീസ്. അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ പാരീസിലാണ്. മുക്കോലപ്പെരുമാൾ എന്ന ശില്പം ആരുടേതാണ്? കാനായി കുഞ്ഞിരാമൻ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ V ആകൃതിയിലുള്ള താഴ്വരകൾക്ക് രൂപം നൽകുന്നതെന്ത്? നദികൾ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ V ആകൃതിയിലുള്ള താഴ്വരകൾക്ക് രൂപം നൽകുന്നത് നദികളാണ്. എർഗോസ്റ്റിറോൾ എന്ന കൊഴുപ്പ് ഏത് ജീവകമായി മാറുന്നു? ജീവകം D. എർഗോസ്റ്റിറോൾ എന്ന കൊഴുപ്പ് ഏത് ജീവകമായാണ് മാറുന്നത്? ജീവകം D. ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് ഭീഷണി നേരിടുന്ന കേരളത്തിലെ ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് ഭീഷണി നേരിടുന്ന കേരളത്തിലെ ജില്ല ഇടുക്കി. ഒരു നിശ്ചിത മാസ് പദാർത്ഥത്തിലെ ഉപരിതല പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ആകൃതി ഏത്? ഗോളം. സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ 43B. സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്ത് ഏത്?
നങ്ങ്യാർ കൂത്ത്. സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്ത് നങ്ങ്യാർ കൂത്ത്. ചുവന്ന രക്താണുക്കൾ അരിവാളിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസുഖം സിക്കിൾ സെൽ അനീമിയ. ചുവന്ന രക്താണുക്കൾ അരിവാളിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസുഖം സിക്കിൾ സെൽ അനീമിയ. ജാർഖണ്ഡിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ദാമോദർ നദി. സേവന അവകാശം നിയമം നടപ്പിലാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ബീഹാർ. ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച് ജ്യോതിറാവ് ഫുലെ. ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജ്യോതിറാവ് ഫുലെ. ദ്വീപ് പ്രദേശമായ കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം മംഗളവനം. ദ്വീപ് പ്രദേശമായ കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം മംഗളവനം. ഗൾസ് രോഗം എന്നറിയപ്പെടുന്ന മിക്സിഡമ. ഗൾസ് രോഗം എന്നറിയപ്പെടുന്നത് മിക്സിഡമ. ഭരണഘടനയുടെ 371B അനുച്ഛേദം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അസം. 371B അസമുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ബ്രൗൺ റിംഗ് ടെസ്റ്റ് ഏത് സംയുക്തത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ്? നൈട്രേറ്റ്. നൈട്രേറ്റിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാനാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന സംയുക്തം ഉപയോഗിക്കുന്നത്. ഡ്രാഗൺ സ്റ്റോം എന്ന കൊടുങ്കാറ്റിൻ്റെ മേഖല ഏത്? ശനി. ഡ്രാഗൺ സ്റ്റോം എന്ന കൊടുങ്കാറ്റിൻ്റെ മേഖല ശനി ഗ്രഹത്തിലാണ്. 1774 1779 കാലഘട്ടത്തിൽ ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ നടന്ന ഗിരിവർഗ കലാപമാണ് ഹൽബ കലാപം. 1913 കൊച്ചിയിൽ പണ്ഡിറ്റ് കറുപ്പൻ്റെയും കൃഷ്ണ ദിയാശാൻ്റെയും നേതൃത്വത്തിൽ നടന്ന കായൽ സമ്മേളനത്തിൽ പങ്കെടുത്ത സവർണ വിഭാഗക്കാരനായ ഏക വ്യക്തി TK കൃഷ്ണമേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിൽ കഴുത്തും തലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സന്ധി പിവട്ട് സന്ധി. മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ എഡ്ലി നോർട്ടൺ. മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ എഡ്ലി നോർട്ടൺ. മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ രാമ അയ്യർ, രാമനാഥൻ റാവു എന്നിവരുടെ നേതൃത്വത്തിൽ എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891. മഹാപ്രയാൺഗഡ് ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മാന്യം കലാപം അഥവാ റാംബ കലാപത്തിന് നേതൃത്വം നൽകിയത് അല്ലൂരി സീതാരാമ രാജു. അല്ലൂരി സീതാരാമ രാജുവാണ് മാന്യം കലാപം അഥവാ റാംബ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഏത് കാർഷിക വിളയുടെ ഇനമാണ് കാവൻഡിഷ്? വാഴ. ഒരു പാർലമെന്റ് അംഗത്തിന് പ്രാദേശിക ഭാഷയിൽ പ്രസംഗിക്കണമെങ്കിൽ ആരാണ് മുൻകൂർ അനുവാദം നൽകേണ്ടത്? സ്പീക്കർ. ഒരു പാർലമെന്റ് അംഗത്തിന് പ്രാദേശിക ഭാഷയിൽ സംസാരിക്കണം അല്ലെങ്കിൽ പ്രസംഗിക്കണമെങ്കിൽ ആരാണ് മുൻകൂർ അനുവാദം നൽകേണ്ടത്? സ്പീക്കർ. കണ്ണിലെ അക്വസ് ദ്രവം രൂപം കൊള്ളുന്നത് എന്തിൽ നിന്നാണ്? രക്തത്തിൽ നിന്ന്. രക്തത്തിൽ നിന്നാണ് കണ്ണിലെ അക്വസ് ദ്രവം രൂപം കൊള്ളുന്നത്. കണ്ണിലെ അക്വസ് ദ്രവം രൂപം കൊള്ളുന്നത് രക്തത്തിൽ നിന്നാണ്. മാന്യം കലാപം അഥവാ റാംബ കലാപത്തിന് നേതൃത്വം നൽകിയത് അല്ലൂരി സീതാരാമ രാജു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാർബണിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരണം ഗ്രാഫൈറ്റ്. കാർബണിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരണം ഗ്രാഫൈറ്റ്. കാർബൺ രേഖ ഭൗമോപരിതലത്തിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉയരെയാണ്? 100 കിലോമീറ്റർ ഉയരെയാണ് കാർബൺ രേഖ. ഭൗമോപരിതലത്തിൽ നിന്നും 100 കിലോമീറ്റർ ഉയരെയാണ് കാർബൺ രേഖ. കുപ്രിക് അസറ്റോ ആഴ്സനിക് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പാരീസ് ഗ്രീൻ. കുപ്രിക് അസറ്റോ ആഴ്സനിക് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പാരീസ് ഗ്രീൻ. സമുദ്രത്തിലെ തിളനില എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? സമുദ്രത്തിൻ്റെ തിളനില 104 ഡിഗ്രി സെൽഷ്യസ് ആണ്. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലനാണ് സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ പ്രാതിനിധ്യം എത്ര ശതമാനമാണ്? 50%. കോർട്ടിസോളിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് അഡിസൺസ് രോഗം. കോർട്ടിസോളിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം അഡിസൺസ് രോഗം. കോർട്ടിസോളിൻ്റെ അധികോൽപാദനം മൂലമുണ്ടാകുന്ന രോഗം കുഷിൻസ് സിൻഡ്രം. കോർട്ടിസോളിൻ്റെ അപര്യാപ്തത മൂലം അഡിസൺസ് രോഗവും കോർട്ടിസോളിൻ്റെ അധിക ഉൽപാദനം മൂലം കുഷിൻസ് സിൻഡ്രമാണ് ഉണ്ടാകുന്നത്. സേവനാവകാശം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. നമ്മൾ നേരത്തെ പറഞ്ഞു സേവനാവകാശ നിയമം നടപ്പിലാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം പറഞ്ഞു ബീഹാർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ സേവനാവകാശം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്, രണ്ടാമത്തെ സംസ്ഥാനം ബീഹാർ. ഖൈബർ ചുരം പാകിസ്ഥാനെ ഏത് രാജ്യവുമായി ബന്ധിപ്പിക്കുന്നു? അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഖൈബർ ചുരം. ഖൈബർ ചുരം അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു.
പ്രസവ ആനുകൂല്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ 42. പഞ്ചസാരയെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്ന എൻസൈമാണ് ഇൻവെർട്ടേഴ്സ്. പഞ്ചസാരയെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്ന എൻസൈം ഇൻവെർട്ടേഴ്സ്. പാർലമെന്റിൽ ഉപയോഗിക്കേണ്ട ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 120. പാർലമെന്റിൽ ഉപയോഗിക്കേണ്ട ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 120. ഭക്ഷ്യവസ്തുവിന് ഏത് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഇൻഡിഗോ കാർമൈൻ. നീല നിറം. ഇൻഡിഗോ കാർമൈൻ ഭക്ഷ്യവസ്തുവിന് നീല നിറം ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ്. ഭാരതീയ കണവാദം എന്നറിയപ്പെടുന്ന ദർശനമേത്? വൈശേഷിക ദർശനം. ഭാരതീയ കണവാദം എന്നറിയപ്പെടുന്ന ദർശനമാണ് വൈശേഷിക ദർശനം. ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഹോർമോൺ തൈമോസിൻ. ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. ബ്രാൻ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതിൽ നിന്നാണ്? തവിടിൽ നിന്നാണ് ബ്രാൻ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. മനുഷ്യ ഭ്രൂണത്തിന് എത്ര ദിവസം പ്രായമാകുമ്പോൾ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങും? 22 ദിവസം. മനുഷ്യ ഭ്രൂണത്തിന് 22 ദിവസം പ്രായമാകുമ്പോൾ ഹൃദയ സ്പന്ദനം തുടങ്ങും. മൺസൂൺ എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ്? അൽ മസൂദി. മൺസൂൺ എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് അൽ മസൂദി. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തത്? അറബി വാക്കിൽ നിന്ന്. മാൾവ, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമികളിൽ സുലഭമായ മണ്ണിനമേത്? ചുവന്ന മണ്ണ്. മാൾവ, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമികളിൽ സുലഭമായ മണ്ണിനം ചുവന്ന മണ്ണ്. ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നിയോജക മണ്ഡലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 54. മനുഷ്യ വളർച്ചയിൽ എത്ര ഘട്ടങ്ങളുണ്ട്? 5 ഘട്ടങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി പെൺശിശുഹത്യ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ജോണാഥൻ ഡങ്കൻ. ഇന്ത്യയിൽ ആദ്യമായി പെൺശിശുഹത്യ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ജോണാഥൻ ഡങ്കനാണ്. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? വാറൻ ഹേസ്റ്റിംഗ്. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ കാലത്ത്. വ്യവസായങ്ങളുടെ മാനേജ്മെൻറ്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ 43A. വ്യവസായങ്ങളുടെ മാനേജ്മെൻറ്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിളാണ് 43A. കാൽ ബൈശാഖി എന്ന കാറ്റിൻ്റെ മറ്റൊരു പേരാണ് നോർവെസ്റ്റർ. കാൽ വൈശാഖി എന്ന കാറ്റിൻ്റെ മറ്റൊരു പേരാണ് നോർവെസ്റ്റർ. ഒന്നുകൂടെ നോക്കാം. പെൺശിശുഹത്യ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ജോണാഥൻ ഡങ്കനാണ്. കാൽ ബൈശാഖി എന്ന കാറ്റിൻ്റെ മറ്റൊരു പേര് നോർവെസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ 479ാമത്തെ ക്വസ്റ്റ്യൻ. കുഷോക്ക് ബാക്കുള റിംപോച്ചെ വിമാനത്താവളം എവിടെയാണ്? ലേ, ലഡാക്ക്. ചാൾസ് വിൽക്കിൻസിൻ്റെ ഭഗവത്ഗീതയുടെ പരിഭാഷയ്ക്ക് അവതാരിക രചിച്ച ഗവർണർ ജനറൽ? വാറൻ ഹേസ്റ്റിങ്സ്. ചാൾസ് വിൽക്കിൻസിൻ്റെ ഭഗവത്ഗീതയുടെ പരിഭാഷയ്ക്ക് അവതാരിക രചിച്ച ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിംഗ്. ജാത്ര ഒറാവോണിൻ്റെ നേതൃത്വത്തിൽ 1914 ആരംഭിച്ച ഗോത്ര കലാപം താന ഭഗത് വിപ്ലവം. ജാത്ര ഒറാവോണിൻ്റെ നേതൃത്വത്തിൽ 1914 ആരംഭിച്ച ഗോത്ര കലാപമാണ് താന ഭഗത് വിപ്ലവം. കോർട്ടിസോളിൻ്റെ അധികോൽപാദനം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കുഷിംഗ് സിൻഡ്രോം. കുഷിംഗ് സിൻഡ്രോമാണ് കോർട്ടിസോളിൻ്റെ അധികോൽപാദനം മൂലം ഉണ്ടാകുന്ന രോഗം. ഡച്ചിങ്ഹാം ദേശീയോദ്യാനം ഏത് മൃഗത്തിൻ്റെ സംരക്ഷണത്തിനാണ് പ്രസിദ്ധം? ഹാങ്കുൽ. ഡച്ചിങ്ഹാം ദേശീയോദ്യാനം ഏത് മൃഗത്തിൻ്റെ സംരക്ഷണത്തിനാണ് പ്രസിദ്ധം? ഹാങ്കുൽ. ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹോർമോൺ കോർട്ടിസോൾ. ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹോർമോണാണ് കോർട്ടിസോൾ. പരിസ്ഥിതിയുടെ സന്തുലനത്തിനായി ഇന്ത്യയുടെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് വനമുണ്ടായിരിക്കേണ്ടത്? 33%. മൂലകങ്ങൾക്ക് പേരിനൊപ്പം പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെർസേലിയസ്. ഡെമോഗ്രഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ഗ്രൗണ്ട്. മോട്ടോർ സൈക്കിളിലെ സാഹസിക യാത്രകളിൽ ചെഗ്വേരയോടൊപ്പം യാത്ര ചെയ്തത് ആൽബർട്ടോ ഗ്രാനഡോ. സോർബോൺ സർവകലാശാല എവിടെയാണ്? സോർബോൺ സർവകലാശാല പാരീസ്. സോർബോൺ സർവകലാശാല പാരീസിലാണ്. ദാദാസാഹേബ് ഫാൽക്കെ അവാർഡിന് അർഹനായ ആദ്യ ഛായാഗ്രാഹകൻ? VK മൂർത്തി. ദാദാസാഹേബ് ഫാൽക്കെ അവാർഡിന് അർഹനായ ആദ്യ ഛായാഗ്രാഹകൻ VK മൂർത്തി. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കുന്നത് എവിടെയാണ്? കരളിൽ. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കുന്നത് എവിടെയാണ്? കരളിൽ. മനുഷ്യൻ്റെ മൂത്രത്തിൻ്റെ എത്ര ശതമാനമാണ് ജലം? 95%.
CRI തമിഴ് റേഡിയോ പ്രവർത്തിക്കുന്നത് ഏത് രാജ്യത്താണ്? ചൈന. ഛാത്രാരി ഏത് സംസ്ഥാനത്തെ ആദിവാസി നൃത്തരൂപമാണ്? ഹിമാചൽ പ്രദേശ്. ഛാത്രാരി ഏത് സംസ്ഥാനത്തെ ആദിവാസി നൃത്തരൂപമാണ്? ഹിമാചൽ പ്രദേശ്. ജനസംഖ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ഉയർന്ന വധശിക്ഷാ നിരക്കുള്ള രാജ്യം? സിംഗപ്പൂർ. ജനസംഖ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ഉയർന്ന വധശിക്ഷാ നിരക്കുള്ള രാജ്യം സിംഗപ്പൂർ. ജിബ്രാൾട്ടർ പാറ എവിടെയാണ്? ഹൈദരാബാദ്. ജിബ്രാൾട്ടർ പാറ എവിടെയാണ്? ഹൈദരാബാദ്. മത്സ്യത്തിൻ്റെ വിസർജ്യ വസ്തു ഏതാണ്? അമോണിയ. മത്സ്യത്തിൻ്റെ വിസർജ്യ വസ്തു അമോണിയ. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത്? രാജാറാം മോഹൻ റോയ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം? 1920. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം? 1920. മത്സ്യത്തിൻ്റെ വിസർജ്യ വസ്തു അമോണിയ. അടുത്തത് 500ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AK ഗോപാലൻ അറസ്റ്റ് വരിച്ച വർഷം? 1930. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AK ഗോപാലൻ അറസ്റ്റ് വരിച്ച വർഷം? 1930. ഈ 4 പാർട്ടോട് കൂടി നമ്മൾ 500 ക്വസ്റ്റ്യൻ ആണ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞത്. ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് നമുക്ക് 25,000 ക്വസ്റ്റ്യനും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയും ചെയ്യണം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.